ജൂൺ 14 ലോക രക്തദാന ദിനം. ഈ ദിനത്തിൽ രക്തദാനത്തിന്റെ മഹത്വവും സന്ദേശവും ജനങ്ങളിലെത്തിച്ച് വ്യത്യസ്തനാവുകയാണ് പുനലൂർ കേളങ്കാവ് മുരുകവിലാസത്തിൽ മുരുകൻ. രക്തദാനം ജീവദാനമാണെന്ന സന്ദേശമാണ് കേളങ്കാവ് സഹൃദയ വായനശാലയുടെ മുൻ പ്രസിഡന്റും പത്തനാപുരം താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗവുമായ മുരുകൻ മുന്നോട്ട് വയ്ക്കുന്നത്. സന്ദേശം വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെ വേണം എന്ന നിർബന്ധം മുരുകനുണ്ട്. അതുകൊണ്ട് 18ാം വയസ്സിൽ തുടങ്ങിയ രക്തദാനം ഇന്നും തുടരുന്നു. വെള്ളിയാഴ്ച ലോക രക്തദാന ദിനത്തിലും മുരുകൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തി. 38ാം തവണത്തെ രക്തദാനത്തിനായി താലൂക്ക് ആശുപത്രി രക്തം നൽകുന്നത് ഇത് 15ാം തവണ. 18ാം വയസ്സിൽ സുഹൃത്തിനൊപ്പം പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിയപ്പോൾ രക്തത്തിനായി നെട്ടോട്ടമോടുന്ന ഒരു നിർധന കുടുംബത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവർക്കായാണ് ആദ്യം രക്തം നൽകുന്നത്. പിന്നീട് രക്തദാനത്തിന്റെ മഹത്വം ജനങ്ങളിലെത്തിക്കാനായി ശ്രമം. സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. 100ഓളം സുഹൃത്തുക്കളെ കൊണ്ട് രക്തദാനം ചെയ്യിച്ചു. ഇന്നും ഇത് തുടരുന്നു. 18ാമത്തെ വയസ്സ് മുതൽ രക്തദാനത്തിന് മുതിർന്നതാണ്. ഒട്ടനവധി രോഗികൾക്ക് രക്തം നൽകുവാനും അതുപോലെ തന്നെ ഈ രക്തദാനം ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള ഒട്ടനവധി ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ്. എനിക്കറിയാം, ഈ മേഖലയിൽ ഒരു 15 വർഷത്തോളം ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പേര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആശുപത്രികളിൽ ഞാൻ രക്തം സ്വമേധയാ കൊടുക്കുകയും അതുപോലെ തന്നെ ഒട്ടനവധി ചെറുപ്പക്കാരെ കൊണ്ട് രക്തദാനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ തന്നെ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സമീപപ്രദേശത്തെ കോളേജുകളിൽ, സ്കൂളുകളിലൊക്കെ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഇവിടെ വന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ ക്യാമ്പുകളും മറ്റുമൊക്കെ സംഘടിപ്പിച്ച് ഈ മേഖലയിൽ തുടരുകയാണ്. ഇനിയും ഒരുപാട് പേർക്ക് സഹായം ചെയ്യണം എന്നുള്ളൊരാഗ്രഹവും അതുപോലെ തന്നെ ഈ രക്തദാന സേനയിലേക്ക് മുഴുവൻ ചെറുപ്പക്കാരെയും ഇതിലേക്ക് നയിക്കണം എന്നുകൂടിയാണ് എൻ്റെ ആഗ്രഹം. ട്രാഫിക് വാർഡനായി പുനലൂരിൽ ജോലി നോക്കിയിട്ടുണ്ട് മുരുകൻ. പ്രഭയാണ് ഭാര്യ. ഭഗത് സിംഗ് എന്നു പേരുള്ള 5 മാസം പ്രായമുള്ള മകനുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.